ഫ്രണ്ട്സ്, ഞാനിതിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ആരി വർക്കിൻ്റെ നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ആകെ മൂന്ന് ഐറ്റംസ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് കട്ട് ബീഡും ഷുഗർ ബീഡും സ്റ്റോണും ഇത്ര മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ചാണ്, അതായത് ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചാണ് ഈ ചെയിൻ സ്റ്റിച്ച്. ഇത് ഞാൻ 2 ലൈനാണ് ഞാൻ കൊടുക്കുന്നത്. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെക്ക് വരുന്നത് സ്റ്റോണും കട്ട് ബീഡൊക്കെ കൊണ്ടല്ലേ, അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബേസിക് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ 2 ലൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലൈനും ആക്കാം. ഞാനിവിടെ 2 ലൈന് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭംഗിക്ക് യാതൊരു കുറവും വരുന്നില്ല. ഇത് ഞാൻ വളരെ സ്പീഡ് കുറച്ചിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. സ്പീഡിൽ ചെയ്യാൻ അത്ര എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. ഞാൻ സ്പീഡിൽ ചെയ്യാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വീഡിയോ 2x ആക്കുവാണ്. ആ 2x വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഞാൻ ആ 2 ലൈൻ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തതെന്ന്. അങ്ങനെ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞേക്കുക. അടുത്തത് ചെയ്യേണ്ടത് ഷുഗർ ബീഡ്സ് വർക്കാണ്. അത് ഞാൻ 1 ലൈന് മാത്രമാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ഷുഗർ ബീഡ്സാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഷുഗർ ബീഡ്സിനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കളർ പോകുന്നതും പോകാത്തതുമായിട്ടുള്ള ഐറ്റംസ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഷുഗർ ബീഡ്സിൻ്റെ 1 ലൈൻ അങ്ങനെ കഴിഞ്ഞു. അടുത്തത് ചെയ്യുന്നത് കട്ട് ബീഡ്സാണ്. അത് ഞാൻ 2 ലൈനാണ് ചെയ്യുന്നത്. ഈ കട്ട് ബീഡ്സ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാം. ഇതെൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. കാരണം എനിക്ക് എൻ്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ തീരുമാനിച്ചേക്കുക. അതിൻ്റെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതുപോലത്തെ കുറേ വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇടുന്നതാണ്. അതിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ലൈൻ കട്ട് ബീഡ്സും അങ്ങനെ കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഞങ്ങൾ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ 1 ലൈൻ ഷുഗർ ബീഡ്സ് കൊണ്ട് ചെയ്യണം. ഷുഗർ ബീഡ്സും കൂടി കഴിഞ്ഞിട്ടുള്ള ഔട്ട്പുട്ടാണ് ഇത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നെക്കിന് ചുറ്റും നമുക്ക് ബുട്ടാസ് വെച്ച് പിടിപ്പിക്കണം. ഈ ബുട്ടാസ് വെക്കണ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമുക്ക് സ്റ്റോണൊന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ഇതേപോലത്തെ ഒരു സ്റ്റോൺ എടുത്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഫസ്റ്റത്തെ കുത്തിയെടുക്കുന്ന ഇതുണ്ടല്ലോ, ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് ഒന്ന് നീളത്തിലൊന്ന് പൊക്കിയെടുക്കുക. കുറച്ചധികം പൊക്കിയെടുക്കുക. അതിനുശേഷം ആ ത്രെഡ് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് പിടിച്ച് അമർത്തി വയ്ക്കുക. അടിയത്തെ ത്രെഡ് ഉണ്ടല്ലോ അതൊന്ന് വലിക്കുക. അത്ര മാത്രം ചെയ്യാനുള്ളൂ. അതവിടെ ലോക്കായിക്കോളും. ഇതിന് ശേഷം ഉണ്ടല്ലോ നമുക്ക് ചെയ്യേണ്ടത് ഈ സ്റ്റോണിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു പണിയാണ്. അത് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അത് ഞാനൊന്ന് 2x കാണിച്ചു തരാം.
ചുറ്റും വെക്കുന്ന ഷുഗർ ബീഡ്സ് നമ്മൾ ലോക്ക് ചെയ്യാൻ മറക്കരുത്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ ഷുഗർ ബീഡ്സിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് അതിലൊരു ബീഡും ഒരു ഷുഗർ ബീഡും കൂടി എടുത്തിട്ട് നമ്മൾ നേരത്തെ സ്റ്റോൺ എങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തേ അതേപോലെ തന്നെ സെയിം മെത്തേഡിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമുക്ക് ലോക്കിങ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലോക്ക് ചെയ്ത് ശരിയായിട്ടില്ലെങ്കിൽ ത്രെഡ് വിട്ട് വരാൻ ചാൻസ് കൂടുതലാണ്. ഇത് കണ്ടില്ലേ, 3 ഐറ്റംസ് വെച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട്. ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. താങ്ക്